കേരളത്തെ കരകയറ്റാൻ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം ബലമായി പിടിച്ചുവാങ്ങും. കുട്ടികൾ കാത്തുകരുതിയിരുന്ന യുവജനോത്സവം റദ്ദു ചെയ്യും. പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ നിന്നു വരെ ചോദിച്ചു വാങ്ങും. എന്നാലും മന്ത്രിമാരുടെ ദൂർത്തിനും ആഘോഷത്തിനും ഒരു കുറവുമില്ല. പ്രവാസികളിൽ നിന്നും കാശു പിരിക്കാൻ എന്ന പേരിൽ എല്ലാ മന്ത്രിമാരും ടൂറിനും പോകും. ഇതിനു മുൻപേ മന്ത്രി കടകംപള്ളിയുടെ ടൂർ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഖജനാവിൽ നിന്നും കാശെടുത്ത് കടകംപള്ളിയും ഉദ്യോഗവൃന്ദവും പറക്കുന്നത് ട്രാവൽ മാർട്ടിന്റെ പേരിൽ. മന്ത്രി കെ രാജു ജർമ്മനിക്ക് പോയത് പ്രളയത്തിൽ കേരളം ഉഴലുമ്പോഴാണ്. പിന്നെ എന്തുകൊണ്ട് എനിക്ക് പോയിക്കൂടാ? ഈ ചിന്തയാണ് എല്ലാ മന്ത്രിമാരുടെയും മനസ്സിൽ. ജീവനക്കാരിൽ നിന്നും ഒരു മാസത്തെ ശമ്പളം നിർബന്ധമായി പിടിച്ചു വാങ്ങാനാണ് തീരുമാനം. സ്കൂൾ കലോത്സവവും വേണ്ടെന്നു വച്ചു. അങ്ങനെ മുണ്ടുമുറുക്കിയെടുത്ത് പ്രതിസന്ധിയെ മറികടക്കാനാണ് മുഖ്യമന്ത്രിയുടെ ആഹ്വാനം. ഇതിനിടെ അമേരിക്കയിൽ മുൻ നിശ്ചയപ്രകാരം മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് പോയി. തൊട്ടുപിറകെ ഓരോരുത്തരായി പോവുകയാണ്. എല്ലാം ഖജനാവിൽ നിന്ന് പണമെടുത്തുകൊണ്ട്. സർക്കാർ ജീവനക്കാരിൽ നിന്ന് പണം പിടിച്ചു വാങ്ങുന്നത് മന്ത്രിമാരുടെ വിദേശയാത്രയ്ക്ക് വേണ്ടിയാണോ എന്ന ചർച്ച സജീവമാക്കുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ. കാലവർഷക്കെടുതിയിൽ നിന്ന് നാടിനെ കരകയറ്റാനായി മന്ത്രിമാർ പണപ്പിരിവിനായി വിദേശത്ത് പോകും എന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുതന്നെ അനാവശ്യമാണെന്നും പ്രവാസി സംഘടനകൾ പണം പിരിച്ച് മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിലിട്ടാൽ മതിയെന്നും അഭിപ്രായങ്ങൾ ഉയർന്നു കഴിഞ്ഞു. ഇതിനിടെയാണ് ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മറ്റൊരു വിദേശയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നത്. ഈ മാസം 20 മുതൽ 23 വരെ ജപ്പാനിൽ നടക്കുന്ന ജപ്പാൻ അസോസിയേഷൻ ഓഫ് ട്രാവൽ ഏജൻറ്റ്സ് ടൂറിസം എക്സ്പോയിൽ പങ്കെടുക്കുന്നതിനായാണ് യാത്ര. പോയേ മതിയാകൂ എന്നാണ് മന്ത്രിയുടെ നിലപാട്. ഇതിനു മുൻപിൽ പൊതുഭരണ വകുപ്പും മുട്ടുമടക്കിയിരിക്കുകയാണ്. കേരളത്തിൽ ടൂറിസ്റ്റുകൾ ആരും വിദേശത്ത് നിന്ന് എത്തുന്നില്ല. മഴയാണ് കാരണം. ഈ സമയത്താണ് മന്ത്രി വിദേശത്തേക്ക് പോകുന്നത്. ഇതിനായി ടോക്കിയോയിലേക്കും തിരിച്ചുമുള്ള വിമാന ടിക്കറ്റും മറ്റെല്ലാ ചിലവുകളും സർക്കാർ വഹിക്കുമെന്ന് വ്യക്തമാക്കിയാണ് പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥ സംഘവും മന്ത്രിയെ അനുഗമിക്കുന്നു. എന്നാൽ ഉദ്യോഗസ്ഥർ ആരൊക്കെയെന്ന് വെളിപ്പെടുത്തുന്നില്ല. മന്ത്രി ഓഫീസിലെ പലരും സംഘത്തിലുണ്ടെന്നാണ് സൂചന. ഒരു വർഷത്തേക്ക് ഒരു തരത്തിലുള്ള ആഘോഷവും വേണ്ടെന്നു തീരുമാനിച്ച സർക്കാരാണ് കേരളത്തിലേത്. അപ്പോഴാണ് വിദേശത്തെ എക്സ്പോയിൽ പങ്കെടുക്കാനായി കടകംപള്ളിയുടെ ജപ്പാൻ യാത്ര. നേരത്തെ കടകംപള്ളിയുടെ വത്തിക്കാൻ യാത്രയും മറ്റും വിവാദത്തിൽപ്പെട്ടിരുന്നു. വത്തിക്കാനെ രാജ്യമായാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അധിപനായ മാർപ്പാപ്പയ്ക്ക് മറ്റു രാജ്യങ്ങളിൽ പോകണമെങ്കിൽ ക്ഷണം അനിവാര്യമാണ്. ഇന്ത്യയിലേക്ക് മാർപ്പാപ്പയെ ക്ഷണിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ഇത് ഏവർക്കും അറിയാം. എന്നിട്ടും അത് അറിയില്ലെന്ന മട്ടിൽ പോപ്പിനെ ക്ഷണിക്കാനാണ് കടകംപള്ളി വത്തിക്കാനിൽ പോയതെന്നാണ് ഉയർന്ന ആരോപണം. ഇതിനൊപ്പം ധാരാളം യൂറോപ്യൻ രാജ്യങ്ങളും കടകംപള്ളി ചുറ്റിക്കറങ്ങി. ടൂറിസം മന്ത്രി എന്ന പേരിലാണ് ഈ യാത്രകളൊക്കെ. ഇതുകൊണ്ട് കേരളത്തിന് ഗുണമൊന്നും കിട്ടിയില്ലെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.